ഓർഡർ നിയമനിർമ്മാണം. ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 2-ാം നമ്പർ ബിൽ അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 2-ാം നമ്പർ ബിൽ ഞാൻ അവതരിപ്പിക്കുന്നു. ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 2-ാം നമ്പർ ബിൽ വിദ്യാഭ്യാസം സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 6-ന്റെ പരിഗണനയ്ക്ക് അയക്കണം എന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 2-ാം നമ്പർ ബിൽ വിദ്യാഭ്യാസം സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 6-ന്റെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സംസാരിക്കുന്നുണ്ടോ? സർ, 2005 മാർച്ച് 3-ന് ഈ നിയമസഭയിൽ അവതരിപ്പിച്ച യൂണിവേഴ്സിറ്റി ലോസ് അമെൻമെൻറ്റ് ബിൽ 2025 ഉൾപ്പെട്ട ഭേദഗതികൾ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ആക്ടിലും തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല ആക്ടിലും APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ആക്ടിലും ഉൾപ്പെടുത്തുന്നതിനുദ്ദേശിച്ചുകൊണ്ടുള്ള 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 2-ാം നമ്പർ ബില്ലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും വേഗത്തിൽ വളരെ ലളിതമായ രീതിയിൽ അക്കാദമിക് സമൂഹത്തിന് ആവശ്യമായ സേവനങ്ങൾ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഈസ് ഓഫ് ഡൂയിങ് എഡ്യൂക്കേഷൻ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കേരളത്തിലെ സർവകലാശാലകളിൽ നിലവിലുള്ള നിയമങ്ങളിൽ കാലാനുസൃതമായിട്ടുള്ള പരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങളുടെ ഗതിവേഗം വർദ്ധിപ്പിക്കുക, പൊതു സർവകലാശാലകളുടെ ശാക്തീകരണം ഉറപ്പാക്കുക എന്നീ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഇതിന് പിറകിലുണ്ട്. കാലഹരണപ്പെട്ട പല നിയമങ്ങളും ഇപ്പോഴത്തെ സർവകലാശാല നിയമത്തിൻ്റെ ഭാഗമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇത് പുതിയ കാലത്തെ വിദ്യാഭ്യാസ സമീപനങ്ങൾക്ക് നിരക്കുന്നതല്ല എന്നുള്ള പ്രശ്നം വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ പരിഷ്കരണ ശ്രമങ്ങൾക്ക് സൃഷ്ടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗവേഷണത്തിൻ്റെ മേഖലയിലുമെല്ലാം വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്. ഇത് സംബന്ധിച്ചുള്ള നിയമങ്ങളെല്ലാം തന്നെ വളരെ പഴഞ്ചനായിട്ടാണ് കാണപ്പെടുന്നത്. പുതിയ കാലത്തുള്ള ഗവേഷണം, നൂതനാശയങ്ങൾ, ഇന്നൊവേഷൻ, കൊളാബറേഷൻ ഈ മേഖലകളിലൊക്കെ സർവകലാശാല തലത്തിലുള്ള പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നത്. കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി പരിവർത്തനം ചെയ്യുക എന്നുള്ളത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പോലെ ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന സർവകലാശാലകളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലത്തിനനുസൃതമായ ശാസ്ത്ര ഗവേഷണ പദ്ധതികളിലേക്ക് പോകാൻ തടസ്സമാകുന്ന നിയമങ്ങൾ മാറ്റി എഴുതേണ്ടതുണ്ട്. അതുപോലെ ഈ ബില്ലിൻ്റെ ഭാഗമായിട്ട് നേരത്തെ നിയമത്തിൽ ഇല്ലാത്ത ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. പ്രോ ചാൻസലറുടെ അധികാരങ്ങളിൽ വരുത്തിയ വ്യക്തതകളെ സംബന്ധിച്ച് അത് ചാൻസലറുടെ അഭാവത്തിൽ പ്രോ ചാൻസലർക്ക് അദ്ദേഹത്തിൻ്റെ ചുമതലകൾ വഹിക്കുന്നത് സംബന്ധിച്ചുള്ള ചില വ്യക്തതകൾ വരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സർക്കാരിൻ്റെ നയങ്ങൾ സർവകലാശാലയെ അറിയിക്കുക എന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള ചുമതല അതെല്ലാമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. വൈസ് ചാൻസലറുടെ എമർജൻസി പവർ അക്കൗണ്ടബിൾ ആക്കുന്നതിന് വേണ്ടി ഏത് സമിതിയുടെ അധികാരമാണോ മുൻകൂറായിട്ട് ഉപയോഗിക്കുന്നത് അത് അതാത് സമിതികളെ രേഖാമൂലം അറിയിക്കണം എന്ന നിലയിലുള്ള ഒരു പരിഷ്കാരമാണ് വരുത്തിയിട്ടുള്ളത്. അതുപോലെ കേരള, കാലിക്കറ്റ് സർവകലാശാലകളിലെല്ലാം സെനറ്റ് അംഗീകരിച്ചാൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് ഒറിജിനൽ ബിരുദ സർട്ടിഫിക്കറ്റ് ലഭിക്കൂ എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ബില്ലിൽ അതിൻ്റെ അനുമതി സിൻഡിക്കേറ്റിലേക്ക് മാറ്റാനായിട്ട് നിർദ്ദേശിച്ചത്. സിൻഡിക്കേറ്റുകളുടെ ഘടനയിൽ ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രാതിനിധ്യ സ്വഭാവത്തിൽ മാറ്റം വരുത്താതെ തന്നെ നിലവിലുള്ള അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കാനാണ് നടപടി ബില്ലിൽ നിർദ്ദേശിക്കുന്നത്. കുസാറ്റ് മലയാളം സർവകലാശാലകളിലെ അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പും
സെനറ്റിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗവേഷണ മേഖലയെ കൂടുതൽ സജീവമാക്കുന്നതിന് സഹായകരമായ വിധത്തിൽ ഒരു ഗവേഷണ കൗൺസിൽ രൂപീകരിക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശവും മുന്നോട്ട് വച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 4 വർഷ ബിരുദം നടപ്പാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് അന്തർ സർവകലാശാല അന്തർ കോളേജ് മാറ്റങ്ങൾ സാധ്യമാകുന്ന വിധത്തിലും അംഗീകൃത ഓൺലൈൻ സംവിധാനങ്ങളിൽ നിന്ന് കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ക്രെഡിറ്റ് ആർജിക്കാനുമൊക്കെ കഴിയുന്ന വിധത്തിലുള്ള മാറ്റങ്ങളും നമുക്ക് നിയമപരമായിട്ട് തന്നെ കൊണ്ടുവരേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ വേഗത്തിലും ലളിതമായും നടപ്പാക്കുന്നതിനാവശ്യമായിട്ടുള്ള നിയമങ്ങൾ രൂപീകരിക്കാനാണ് കണ്ടിട്ടുള്ളത്. അക്കാദമിക് കൗൺസിലിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അധികാരം നൽകിയിരിക്കുകയാണ്. ഈ ആക്ടിൻ്റെ സുപ്രധാനമായിട്ടുള്ള ഒരു വകുപ്പ് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച ഒരു വിശദമായ വകുപ്പ് ഉൾച്ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതോടൊപ്പം തന്നെ അവർക്ക് ലഭിക്കേണ്ട അക്കാദമിക സേവനങ്ങൾ അവരുടെ അവകാശമാക്കി മാറ്റുകയും സമയബന്ധിതമായിട്ട് അത് ലഭിക്കുന്നതിന് അവർക്കുള്ള അവകാശത്തെ നിയമപരമായിട്ട് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം അധ്യാപകരുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും സംബന്ധിച്ചുള്ള മറ്റൊരു വകുപ്പ് കൂടി ഇതിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. പുതിയ കാലത്തിൻ്റെ ക്യാമ്പസിനാവശ്യമായിട്ടുള്ള ചില പുതിയ സംവിധാനങ്ങൾ ഈ ബില്ലിലൂടെ കൊണ്ടുവരുന്നുണ്ട്. ഇൻറ്റേർണൽ ക്വാളിറ്റി അഷുറൻസ് സെൽ, കോളേജ് കൗൺസിൽ, ERP, സെക്ഷൻ 8 കമ്പനി, റിസർച്ച് പാർക്ക്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് കോളേജുകൾ ആരംഭിക്കും. ഇതെല്ലാം തന്നെ നിയമത്തിൻ്റെ ഭാഗമാക്കി വ്യവസ്ഥാപിത സംവിധാനങ്ങളായി കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ SBI ആണ് പ്രധാനമായിട്ടും ഈ സർവകലാശാലകളുടെ സാമ്പത്തിക ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. SBIയോടൊപ്പം കേരള ബാങ്ക്, മറ്റ് ദേശസാൽകൃത ബാങ്കുകൾ എന്നിവയെയും സർവകലാശാലയുടെ പണം നിക്ഷേപിക്കാനും ട്രാൻസാക്ഷനും അനുവദിക്കുന്ന വ്യവസ്ഥ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആ ബില്ലിൽ വരുത്തിയിട്ടുള്ളത്. പുതിയ കാലത്തിനും പുതിയ ലോകത്തിനും അനുസൃതമായ നിലയിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് കുതിക്കുമ്പോൾ കാലഹരണപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും വലിയ രീതിയിലുള്ള പരിമിതികളാണ് അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിനെ മറികടക്കാൻ തക്ക വിധത്തിലുള്ള പരിഷ്കരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ബില്ലിപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ശ്രീമതി ദലീമ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ KM സച്ചിൻ ദേവിന് 2025 സർവകലാശാലാ നിയമങ്ങൾ ഭേദഗതി 2-ാം നമ്പർ ബിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന 1A നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സർ, ഞാൻ ഭേദഗതി അവതരിപ്പിക്കുകയാണ്. ബഹുമാന്യായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഒരു വലിയ മാറ്റത്തെയും ശരിയായ നിലയിലുള്ള മുന്നോട്ടുപോക്കിനെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ നിലയിൽ ഒരു ഭേദഗതി ഉന്നയിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുന്നത്. സർവകലാശാലയുടെ വൈസ് ചാൻസലർ തലപ്പത്തെ നിയമനത്തെ സംബന്ധിച്ചുൾപ്പെടെ വിശാലമായ കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വച്ചിട്ടുള്ളത്. രാഷ്ട്രീയമായ നിയമനം എന്നതിൽ നിന്നപ്പുറത്തേക്ക് ഓരോ മേഖലയിലും വൈദഗ്ധ്യമുള്ള പ്രഗത്ഭമതികളായ വ്യക്തിത്വങ്ങളെ വൈസ് ചാൻസലർ പോലുള്ള ഉന്നതമായ പദവിയിൽ നിയോഗിച്ചുകൊണ്ട് സർവകലാശാലകളുടെ ജനാധിപത്യപരമായ സ്വഭാവവും നിഷ്പക്ഷതയും അതിൻ്റെ അക്കാഡമിക് എഫിഷ്യൻസിയും എല്ലാം നിലനിർത്താൻ കഴിയാകുന്ന വിധത്തിലുള്ള സമൂലമായ മാറ്റത്തിൻ്റെ തുടക്കമാണ് സാർ ഈ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. കേരളം ഇപ്പോൾ ഒരു വിജ്ഞാന സമൂഹത്തിലേക്കുള്ള പരിവർത്തന ഘട്ടത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള നാടാണ് നമ്മുടെ കേരളം. ഒരു വലിയ കാലത്തെ നിരന്തരമായ സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും എല്ലാം ഫലമായാണ് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. ആ പൊതുവിദ്യാഭ്യാസ മണ്ഡലത്തിൽ വരുത്തിയ വലിയ മാറ്റത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ലോകത്ത് തന്നെ ഏറ്റവും മികവാർന്ന വിദ്യാഭ്യാസം പ്രദാനം ചെയ്യാൻ കഴിയാകുന്ന വിധത്തിലുള്ള
ഒരു ഉന്നത വിദ്യാഭ്യാസ രീതിയെ നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ അനന്തമായ സാധ്യതകളെ എല്ലാ വിഭാഗം വരുന്ന വിദ്യാർത്ഥികൾക്കും അനുഭവിക്കാൻ വേണ്ടി കഴിയാകുന്ന വിധത്തിലേക്ക് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല മാറുന്നു എന്നതാണ് ഈ കാലയളവിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സാർ പുതിയ കോഴ്സുകൾ അനുവദിക്കുകയാണ്. വിവിധവും വൈവിധ്യവുമാർന്ന പുതിയ കാലത്തിന് അനുയോജ്യമായ വിധത്തിലുള്ള വ്യത്യസ്തമായ നിരവധി കോഴ്സുകൾ അനുവദിക്കാൻ നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കഴിയുകയാണ്. കൂടുതൽ സീറ്റുകൾ വർദ്ധിപ്പിച്ച് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് UG PG കോഴ്സുകൾ ഉൾപ്പെടെ സർവകലാശാലകൾക്ക് കീഴിൽ പഠിക്കാൻ വേണ്ടി കഴിയാകുന്ന പൊതു അന്തരീക്ഷം ഇന്ന് കേരളത്തിൽ അതിൻ്റെ പരമാവധി സാധ്യതകളിലേക്ക് ഉയരുകയാണ്. സാർ, കേന്ദ്ര ഗവൺമെൻറ് തികച്ചും തെറ്റായ സമീപനമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നല്ല നിലയിലുള്ള സഹായം സംസ്ഥാന സർവകലാശാലകൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ തികച്ചും തെറ്റായ നിലയിൽ ഒരു നിലയിലും കേരളത്തിലെ സംസ്ഥാന സർവകലാശാലകളോട് ഏതെങ്കിലും നിലയിലുള്ള സഹായകരമായ സമീപനമല്ല ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. മൊത്തം GDPയുടെ 2.9% മാത്രമാണ് വിദ്യാഭ്യാസ മേഖലയ്ക്കായി കേന്ദ്ര ഗവൺമെൻറ് മാറ്റിവെച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിനുള്ള ആകെ ചെലവിൻ്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ പങ്ക് സാർ 76%. ഇതിൽ കേന്ദ്രത്തിൻ്റേത് വെറും 24% മാത്രമാണ്. കേന്ദ്രത്തിൻ്റെ പങ്ക് കുറച്ചു കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായി അവർ പ്രവർത്തിക്കുകയാണ്. അത് രാഷ്ട്രീയ ദുഷ്ടലാക്കിൻ്റെ ഭാഗമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ താൽപ്പര്യത്തിനനുസൃതമായ വിധത്തിൽ വരുതിയിലാക്കാനുള്ള മാർഗങ്ങൾ തേടിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന് എല്ലാ നിലയിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തികഞ്ഞ അവഗണനയാണ് കേന്ദ്രം ഇപ്പോൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് സാർ UGC മാർഗരേഖകളിൽ മാറ്റം വരുത്തിയത്. UGC മാർഗരേഖകളിലും മാനദണ്ഡങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ട് സംസ്ഥാന സർവകലാശാലകളുടെ അധികാരങ്ങൾ, അവകാശങ്ങൾ സമ്പൂർണ്ണമായി കേന്ദ്ര സർക്കാർ കവരുന്നതിനാവശ്യമായ സമീപനം സ്വീകരിക്കുന്നു. കേന്ദ്ര സർക്കാരിൽ നിയന്ത്രിതമായ സംസ്ഥാന സർവകലാശാലകൾ, ഇവിടെ സാർ നാം കാണേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് നൽകാതിരിക്കുകയും സംസ്ഥാന സർവകലാശാലകളെ അവഗണിക്കുകയും ചെയ്യുന്ന അതേ സന്ദർഭത്തിൽ തന്നെ സംസ്ഥാന സർവകലാശാലകളുടെ പരിപൂർണമായ അവകാശവും അധികാരവും പിടിച്ചെടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുകയും ചെയ്യുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഫണ്ട് നൽകേണ്ടത് സംസ്ഥാനം, എന്നാൽ എല്ലാ നിലയിലുമുള്ള അധികാരം കൈയാളുന്നത് കേന്ദ്രം. ഈ നിലയിലേക്ക് കാര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്ത് രംഗത്ത് എത്തുന്നു എന്നുള്ളത് നാം കാണേണ്ട പ്രധാനപ്പെട്ട വസ്തുതയാണ്. സംസ്ഥാനങ്ങളുടെ ഫണ്ട് നൽകി പ്രവർത്തിക്കുന്ന സർവകലാശാലകളുടെ അക്കാഡമിക് പരമായ നിലയിലേക്കുള്ള വലിയ നിയന്ത്രണം കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിലും നമ്മുടെ കേരളം ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. വൈജ്ഞാനികമായൊരു സമ്പദ്ഘടനയുടെ രൂപീകരണത്തിൻ്റെയും അതിൻ്റെ വികസനത്തിൻ്റെയും എല്ലാം ഫലമായി കേരളത്തിലെ ഗവൺമെൻറ് അതീവ പ്രാധാന്യത്തോടു കൂടിയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നോക്കിക്കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ 6000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടന്നിട്ടുള്ളത്. വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൻ്റെ ഭാഗമായി ഗവർണർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ചാൻസലർ പദവിയെ പോലും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സർവകലാശാലകളെ വരുതിയിലാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരള സർവകലാശാലയിലെ സമീപകാല അനുഭവങ്ങൾ നമുക്കറിയാം. സാർ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വിദ്യാർത്ഥി യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ അനുവദിക്കാതെ കേരളത്തിലെ ഒരു വൈസ് ചാൻസലർ നിലപാടെടുത്തിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ തെരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥി യൂണിയൻ അവരുടെ ജനാധിപത്യാവകാശ വിനിയോഗത്തിൻ്റെ ഭാഗമായി രൂപീകരിക്കപ്പെടുന്ന ഒരു വിദ്യാർത്ഥി യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കാൻ അനുവദിക്കാത്ത നിലയിലുള്ള ജനാധിപത്യ വിരുദ്ധമായ സമീപനം കേരളത്തിലെ ഒരു വൈസ് ചാൻസലർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. RSS സംഘപരിവാര രാഷ്ട്രീയം വിഭാവനം ചെയ്യുന്ന വിധത്തിൽ അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ ശക്തമായ ഇടപെടലുകൾ തെറ്റായ നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് സാർ ഈ ഘട്ടം. അതുകൊണ്ട് തന്നെ ഈ ബില്ലിലെ വ്യവസ്ഥകൾ ഉൾപ്പെടെ
അതീവ പ്രാധാന്യത്തോടുകൂടി നമ്മുടെ സർവകലാശാലകളുടെ സംരക്ഷണത്തിന് അനിവാര്യമാണ് എന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാർ, നമ്മുടെ വൈസ് ചാൻസലർമാർ RSS നോമിനികളായി മാറുന്നു. സാർ, ചാൻസലർമാർ അവരുടെ അധികാരം ഈ ദുർവിനിയോഗം ചെയ്ത് BJP RSS നൽകുന്ന പേരുകൾ വൈസ് ചാൻസലർ പദവിയിലേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായി RSSന്റെ മസ്തിഷ്കം പേര് നടക്കുന്ന വൈസ് ചാൻസലർമാർ അവരുടെ അജണ്ടകൾ കേരളത്തിലെ സർവകലാശാലകളിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എത്ര വലിയ അപകടമുണ്ടാക്കുന്നുണ്ട്. ഈ പ്രശ്നം നമ്മുടെ സർവകലാശാലകളെ പ്രതികൂലമായി ബാധിക്കുന്നു. സാർ, സിൻഡിക്കേറ്റ് യോഗങ്ങൾ ചേരാൻ വേണ്ടി കഴിയുന്നില്ല. ഇപ്പോൾ MLA-മാരിൽ പലരും സിൻഡിക്കേറ്റ് മെമ്പർമാരായിരിക്കും. മുമ്പ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലയളവിലും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതിൻ്റെ എല്ലാം ഭാഗമായി സർവകലാശാലകളുടെ വിവിധ ഭരണസമിതികളിൽ, സെനറ്റിൽ, സിൻഡിക്കേറ്റിൽ, അക്കാഡമിക് കൗൺസിലിൽ, സ്റ്റുഡൻറ് കൗൺസിലിൽ, അങ്ങനെ സർവകലാശാലകളുടെ ജനാധിപത്യപരമായ വേദികളിൽ വിവിധ ഘട്ടങ്ങളിൽ പ്രവർത്തിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന ഒരു മഹാഭൂരിപക്ഷം വരുന്നവരും. ആ സിൻഡിക്കേറ്റ് ഉൾപ്പെടെയുള്ള ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട വേദികൾ ശരിയായ നിലയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ വൈസ് ചാൻസലർമാർ ഇടപെടുകയാണ്. നമ്മുടെ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ, സാർ, ഞാനതിൻ്റെ സിൻഡിക്കേറ്റ് അംഗം കൂടിയാണ്. കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗം ഉൾപ്പെടെ ചേർന്ന് അതിൻ്റെ അജണ്ടകളെടുത്ത് ചർച്ച ചെയ്ത് യോഗം അവസാനിച്ച് പിരിയുന്ന സന്ദർഭത്തിൽ പുറത്ത് പത്രസമ്മേളനം നടത്തി വൈസ് ചാൻസലർ പറയാണ്, ഈ സിൻഡിക്കേറ്റ് യോഗം അസാധുവാണ്, ഇവിടെ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഒന്നും സാധൂകരിക്കപ്പെടുന്നതല്ല. ഈ നിലയിലേക്ക് ഒരു ഏകാധിപതികളെ പോലെ സർവകലാശാലകളുടെ ജനാധിപത്യ സ്വഭാവങ്ങളെ തകർത്ത് ആ ജനാധിപത്യത്തിൻ്റെയും സർഗാത്മകതയുടെയും എല്ലാം കേന്ദ്രമായി നാം കണക്കാക്കുന്ന പരിപാവനമായ പവിത്രമായ സർവകലാശാല എന്ന് പറയുന്ന ഉന്നത നിലവാരത്തിലുള്ള സ്ഥാപനത്തിൻ്റെ എല്ലാ ഗുണങ്ങളെയും തകർക്കുന്ന വിധത്തിലേക്ക് RSS നോമിനേറ്റ് ചെയ്ത വൈസ് ചാൻസലർമാർ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ഈ ബില്ലിലൂടെ അത്തരം പ്രശ്നങ്ങളെ ശരിയായ നിലയിൽ നിയന്ത്രിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. സംസ്ഥാന സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ ഉൾപ്പെടെ സിൻഡിക്കേറ്റ് അംഗങ്ങളിലേക്കുള്ള നോമിനേഷൻ ഉൾപ്പെടെ ഈ സർവകലാശാലകളുടെ എല്ലാ ചട്ടങ്ങളെയും തകർത്ത് ഇല്ലാതാക്കിക്കൊണ്ട് അവർ ഇടപെട്ട് മുന്നോട്ട് വരികയാണ്. ഈ പ്രശ്നങ്ങൾ ഉയർന്നു നിൽക്കുന്ന സന്ദർഭത്തിലാണ് സാർ ഇവിടെ നമ്മുടെ പ്രതിപക്ഷം ഉൾപ്പെടെ ഈ വിദ്യാഭ്യാസ മേഖലയിലെ സുപ്രധാനമായ കാതലായ പ്രശ്നങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് രാഷ്ട്രീയമായ പ്രശ്നമാക്കി കേവല രാഷ്ട്രീയ സംവാദത്തിൻ്റെ ഭാഗമായി ഈ പ്രശ്നത്തെ കാണുന്നത്. അവിടെ ഏത് സന്ദർഭത്തിലും നമ്മുടെ പ്രതിപക്ഷ നേതാവാണെങ്കിലും മുൻ പ്രതിപക്ഷ നേതാവാണെങ്കിലും അവർ വിദ്യാഭ്യാസ രംഗത്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ വിദ്യാഭ്യാസ മേഖലയിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തി പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് നേരെയായി കക്ഷി രാഷ്ട്രീയത്തിന്റെ മാത്രം നിലവാരത്തിൽ നിന്നുകൊണ്ട് ഈ പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും SFIക്കെതിരായി ഒരു പ്രശ്നം എന്ന നിലയിലേക്ക് ഈ പ്രശ്നത്തെ കാണുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സുപ്രധാനമായി നടക്കുന്ന പ്രശ്നങ്ങളെ ലഘൂകരിച്ച് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിൻ്റെ പ്രസക്തിയെ ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രശ്നത്തിനെതിരായി സംസാരിക്കുന്നതിന് പകരം ഉന്നത വിദ്യാഭ്യാസ ആ മേഖലയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണെങ്കിൽ ആ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ നിരോധിക്കണം, അതിനെ ഇല്ലാതാക്കണം, അതിൻ്റെ അവകാശം, അതിൻ്റെ പ്രവർത്തനത്തെ ഇല്ലാതാക്കണം എന്നുള്ള നിലയിലേക്ക് സംസാരിക്കുന്ന രീതിയിൽ പ്രതിപക്ഷത്തിൻ്റെ ഇടപെടലുകൾ വരുന്നു എന്നുള്ള കാര്യവും ഗൗരവത്തോടുകൂടി കാണേണ്ടതായിട്ടുണ്ട്. ഈ പ്രശ്നത്തെ എന്തുകൊണ്ട് കേരളത്തിലെ UDF ഗൗരവമായി കാണുന്നില്ല? സാർ, വലിയ സമരങ്ങൾ യൂത്ത് കോൺഗ്രസും KSUവും നടത്തിക്കൊണ്ടിരിക്കുന്നില്ലേ? ഈ പ്രശ്നത്തെ ഉയർത്തിക്കൊണ്ട് കേരളത്തിൽ എന്തുകൊണ്ട് ഈ KSU ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ, യുവജന പ്രസ്ഥാനങ്ങൾ ഈ കാതലായ കേരളത്തിൻ്റെയും സർവകലാശാലകളുടെയും എല്ലാവിധത്തിലുമുള്ള പുരോഗതിയെയും തകർക്കുന്ന സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയെ ചൂണ്ടിക്കാണിച്ച് അത് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച് ശരിയായ നിലയിൽ ഈ പ്രശ്നത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു സമരം നടത്താൻ ഇവിടുത്തെ UDFന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്കും KSU ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളും സന്നദ്ധമാകുന്നില്ല എന്നത് ഗൗരവകരമായ പ്രശ്നമായി സാർ ഇവിടെ ഉന്നയിക്കുകയാണ്. അവർ അതിനു പകരം കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായി ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന SFIക്കെതിരെ ഇന്നും രാവിലെ ഒരു അടിയന്തര പ്രമേയം നിഷേധിക്കുന്ന സന്ദർഭത്തിൽ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നടത്തിയ വാക്കൌട്ട് പ്രസംഗത്തിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ കേരളത്തിലെ പ്രബലമായ വിദ്യാർത്ഥി പ്രസ്ഥാനം SFIക്കെതിരായി ഒരു കാരണവുമില്ലാതെ, കഴമ്പില്ലാതെ, ആധികാരികതയുടെ ഒരു അംശം പോലും ഇല്ലാതെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ ഈ SFI ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾക്കെതിരായി ശക്തമായ നിലയിൽ ഇല്ലാത്ത നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയാണ് സ്വീകരിക്കുന്നത്. സർ, ഈ രീതിയെ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഇതൊരു ശരിയായ രീതിയല്ല.
ഈ പ്രശ്നത്തെ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? ഇവിടെ KSU ഉൾപ്പെടെയുള്ള സംഘടനകൾ പിരിച്ചുവിടണമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. നാം കാണേണ്ടത് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സംഘടനയെ പിരിച്ചുവിടലും അതോടൊപ്പം തന്നെ ഈ പ്രശ്നത്തെ വില കുറച്ച് കാണുകയും ചെയ്യുന്ന സമീപനം സ്വീകരിക്കുന്നു. ഇത് നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിന് ഭൂഷണമല്ല എന്നുകൂടി ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശ്രീ അൻവർ സാദത്ത് ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ AP അനിൽകുമാറിന് ബിൽ ഒരു സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന് 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സർ, 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 2 നമ്പർ ബില്ലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സർ, 1 നമ്പർ ബില്ലിന് സമാനമായ ബില്ല് തന്നെയാണ് സർ. സർ, എന്ത് ഉദ്ദേശത്തിലാണ് സർ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ, കേരളത്തിലെ കോളേജുകൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ എന്ത് അത്യാവശ്യമാണ് സർ ഈ ഒരു ബില്ല് കൊണ്ടുവരാനുള്ളത്? സർ, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് എനിക്കുമ്പോൾ സംസാരിച്ച വിജയനോട് പറഞ്ഞത്. സർ, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ എതിർക്കാൻ നമ്മളെല്ലാം ഒരുമിച്ച് നിന്നവരാണ്. സർ, ഈ സഭ, ഞാൻ ഒന്ന് വായിക്കാം, ഭരണഘടനയുടെ അന്തസത്ത ഉൾക്കൊള്ളാതെയുള്ളതും വൈസ് ചാൻസലർ നിയമനത്തിലടക്കം സംസ്ഥാന സർക്കാരുകളുടെ അഭിപ്രായങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുന്നതുമായ 2025 കരട് UGC മാനദണ്ഡങ്ങൾ ഫെഡറൽ സംവിധാനത്തിനും ജനാധിപത്യത്തിനും നിരക്കാത്ത ഒന്നാണെന്ന് ഈ സഭയുടെ വ്യക്തമായ അഭിപ്രായം. സർ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ജനാധിപത്യ മൂല്യങ്ങൾ തകർക്കാൻ പ്രസ്തുത മേഖലയിൽ മതവർഗീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെ പിടിയിലൊതുക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി മാത്രമേ 2025 കരട് UGC മാനദണ്ഡങ്ങളെ കാണുവാൻ കഴിയും. സർ, ഇത് ഈ സഭ അംഗീകരിച്ച പ്രമേയമാണ്. അത് അപ്പുറവും ഇപ്പുറവും ഐക്യകണ്ഠേന അംഗീകരിച്ച പ്രമേയമാണ്. സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിർക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല സർ. പക്ഷെ സംഘപരിവാർ എന്താണോ കാണുന്നത്, സംഘപരിവാർ യൂണിവേഴ്സിറ്റികളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ശക്തമായി എതിർക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ സംഘപരിവാർ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഒരുമിച്ച് നിന്ന് പോരാടുന്നതിന് പകരം നിങ്ങൾ എന്താണ് സർ ചെയ്യുന്നത്? നിങ്ങൾ യൂണിവേഴ്സിറ്റികളെ നിങ്ങൾ ചുവപ്പുവൽക്കരിക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത്. അവിടെയാണ് സർ ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം. നമുക്ക് ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ നടത്തുന്നതിന് പകരം നിങ്ങൾ എങ്ങനെ BJP ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, UGC എന്ത് ചെയ്യുന്നു, അതിനെതിരായി നിങ്ങൾക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത്. സർ, അങ്ങ് ഒരുപാട് കാരണങ്ങൾ വായിച്ചു, ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സർ, ഇതിനകത്ത് വളരെ ഒറ്റവരിലാണെങ്കിൽ പറയാം, പ്രസ്തുത റിപ്പോർട്ടുകളുടെ പരിശോധനയിൽ പ്രോ ചാൻസലറുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുക, പ്രോ വൈസ് ചാൻസലർ ചില അധികാരങ്ങൾ നിക്ഷിപ്തമാക്കുക. എന്താ സാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മന്ത്രി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അധികാരമുണ്ട്, യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അധികാരമുണ്ട്. ആ അധികാരത്തിനപ്പുറത്തേക്ക് മന്ത്രിക്ക് അധികാരം വേണമെന്ന് പറയുമ്പോൾ എന്താ സാർ? ഇതിനകത്ത് എന്താണോ BJP ആഗ്രഹിക്കുന്നത്? BJP ജനാധിപത്യ മൂല്യങ്ങളെയും ഫെഡറൽ സംവിധാനത്തെയും തകർക്കുമ്പോൾ നിങ്ങൾ ജനാധിപത്യ മൂല്യങ്ങളെയും ഫെഡറൽ സംവിധാനത്തെ പ്ലസ് യൂണിവേഴ്സിറ്റികളുടെ ഓട്ടോണമിയെ തകർക്കാൻ സർ. നിങ്ങൾ തുടങ്ങിയുള്ളൂ ജില്ലയിൽ അല്പം കഴിഞ്ഞാൽ വഴങ്ങാം സർ. നിങ്ങളിതിൻ്റെ ഓട്ടോണമിയെ കൂടി നിങ്ങൾ തകർക്കുകയാണ്. മന്ത്രിക്ക് കൂടുതൽ അധികാരം വേണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ബില്ലിൻ്റെ, ഭേദഗതി ബില്ലിൻ്റെ ലക്ഷ്യം എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ വൈസ് ചാൻസലറെ ബൈപ്പാസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രോ വൈസ് ചാൻസലർ കൂടുതൽ അധികാരം കൊടുക്കണം, രജിസ്ട്രാർ കൂടുതൽ അധികാരം കൊടുക്കണം. എന്തെല്ലാം നിങ്ങൾ ഇന്ന് രാഷ്ട്രീയമായി എന്തെല്ലാം പ്രയാസങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നേരിടുന്നോ ആ പ്രതിസന്ധികളൊക്കെ അതിജീവിക്കാൻ ഒരു ബില്ല് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തർത്ഥമാണ് സാർ ഉള്ളത്? സാർ, എനിക്ക് അത്ഭുതം തോന്നി ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റി എത്ര ലാഘവത്തോടു കൂടിയാണ് സാർ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനെയാണോ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ കാണേണ്ടത്? സാർ, ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ സർ ബില്ലിൽ പറയുന്നു, പ്രോ ചാൻസലർക്ക് സർവകലാശാലയുടെ അക്കാഡമികവും ഭരണപരവുമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു വിവരവും വിളിച്ചു വരുത്തുവാൻ അവകാശം ഉണ്ടായിരിക്കുന്നു. അങ്ങനെയുള്ള അർത്ഥന സർവകലാശാല പാലിക്കേണ്ടതുമാണ്. സർ, ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഫയൽ വിളിച്ചു വരുന്ന നമുക്ക് അവകാശങ്ങളുണ്ട്, യൂണിവേഴ്സിറ്റിക്ക് അതുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ നിലവിലുണ്ടല്ലോ. ആ നിലവിലുള്ള അവകാശങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകണമെന്ന് എന്തിനാഗ്രഹിക്കും സർ? സർ, ഞാൻ രണ്ടാമത് വായിച്ചോട്ടെ. പ്രോ ചാൻസലർക്ക് പ്രധാനപ്പെട്ടതെന്ന് അദ്ദേഹം കരുതുന്ന ഏതൊരു കാര്യമോ സർക്കാരിൻ്റെ നയത്തിൽപ്പെടുന്ന ഏതൊരു സംഗതിയോ ചാൻസലറുടെയോ സർവകലാശാലയുടെ ഏതെങ്കിലും അധികാര സ്ഥാനത്തിൻ്റെയോ ഉദ്യോഗസ്ഥൻ്റെയോ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും ഉചിതമായ നടപടി സ്വീകരിക്കുവാൻ ആവശ്യപ്പെടുന്നതിനും അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. സർ,
അതോടൊപ്പം അതിലേറെ ഗൗരവമായി തോന്നിയൊരു കാര്യം സാർ അടുത്ത് വായിക്കാൻ പോകുന്നു. പ്രോ ചാൻസലർക്ക് അദ്ദേഹം നിർദ്ദേശിക്കാവുന്ന പ്രകാരമുള്ള വ്യക്തികളെ കൊണ്ടോ സർവകലാശാലയെയും അതിൻ്റെ കെട്ടിടങ്ങളെയും ലബോറട്ടറികളെയും ഉപകരണങ്ങളെയും സർവകലാശാല പരിപാലിക്കുന്ന ഏതെങ്കിലും കോളേജിനെയോ സ്ഥാപനത്തെയോ കൂടാതെ പരീക്ഷകളെയും അധ്യാപനത്തെയും സർവകലാശാല നടത്തിയിട്ടുള്ളതോ ചെയ്തിട്ടുള്ളതോ ആയ മറ്റ് പ്രവൃത്തിയെ സംബന്ധിച്ച് പരിശോധന നടത്തിപ്പിക്കുന്നതിനും സർവകലാശാലയുടെയും കോളേജുകളുടെയും സ്ഥാപനങ്ങളുടെയും ഭരണപരമോ സാമ്പത്തികമോ ആയ ഏതൊരു സംഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സമാന രീതിയിൽ അന്വേഷണം നടത്തിപ്പിക്കുന്നതിന് അവകാശം ഉണ്ടായിരിക്കും. ഭരണപരമായ സാമ്പത്തികമായ നമുക്കറിയാം, അതിന് ഓട്ടോണമിയെക്കുറിച്ചും സ്വന്തം വരുമാനം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊക്കെ അറിയാം. അതിലൊക്കെ ഇടപെടാൻ കഴിയും. സർ, അതിലേറെ ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് നിങ്ങൾക്ക് ഒരാളെ നിർദ്ദേശിക്കാമെന്നാണ് പറയുന്നത്. എനിക്കത് മനസ്സിലായില്ല സർ. മന്ത്രി ഒന്ന് മറുപടി പറയണം. യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് ഒരു മന്ത്രിയെ ഒരാളെ മന്ത്രി പ്രോ ചാൻസലർക്ക് ഒരാളെ നിർദ്ദേശിച്ച് ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കാമെന്ന് ബില്ല് പറയുകയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ബില്ല് തയ്യാറാക്കുമ്പോൾ ഒന്ന് ചർച്ച ചെയ്യേണ്ടത് സാർ, മിനിമം ആ ബില്ലിനകത്ത് പറയേണ്ടത് ഏറ്റവും കുറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് മുകളിലൊരാളെങ്കിലും എന്ന് പറയണ്ടേ. ഈ ബില്ലിനനുസരിച്ച് നാളെ ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അങ്ങ് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ ഒരു മന്ത്രി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ വേണമെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുവാൻ വേണ്ടി പറഞ്ഞയക്കാനുള്ള ഒരു അധികാരമാണ് സർ ഈ ബില്ലിലൂടെ കിട്ടുന്നത്. അങ്ങനെ ഒരു ബില്ല് പറയാമോ? ആരും പറഞ്ഞേക്കാൻ പറ്റും. മന്ത്രിക്ക് അങ്ങനെ അധികാരമുണ്ട്. യൂണിവേഴ്സിറ്റിയെ പോലെയുള്ള ഒരു സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന്, അവിടെ നടക്കുന്ന സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ച്, പരാതികൾ വരുന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ആരെയും പറഞ്ഞു വിടാമെന്ന് പറയുന്നു. അങ്ങനെ ഒരു ബില്ലിൽ കൊണ്ടുവരാൻ പാടുണ്ടോ? അങ്ങനെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും പറഞ്ഞു വിടാം. എൽസി സെക്രട്ടറി നിങ്ങൾക്ക് മോശമായിരിക്കില്ല, പക്ഷേ ഇതിനകത്ത് യൂണിവേഴ്സിറ്റിയെ പോലെ സ്ഥാപനത്തിൽ എന്തൊക്കെ അധികാരങ്ങൾ അതിനകത്ത് കൊണ്ടുവരുന്നു? ഇതൊരു ഗൗരവതരമായ കാര്യമല്ലേ? മന്ത്രിക്ക് ഇത്രമാത്രം അധികാരം വേണോ? ഇത് യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ അതിൻ്റെ ഓട്ടോണമിയെ തകർക്കുകയല്ലേ? യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താ സാർ? ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണോ, ബ്രാഞ്ചാണോ, കോർപ്പറേഷനാണോ? അല്ലല്ലോ. യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അതിൻ്റേതായ സ്വതന്ത്ര അധികാരമുണ്ട്, സ്വന്തമായ ഭരണപരമായ കാര്യങ്ങൾ നടത്താനുള്ള അവകാശമുണ്ട്. അങ്ങനെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ പിടിയിൽ മന്ത്രി ഇതിനകത്ത് അമിതമായ അധികാരം കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്തർത്ഥമുള്ള സർ? പ്രോ വൈസ് ചാൻസലറുടെ കാര്യത്തിലും സർ, വൈസ് ചാൻസലർ നിങ്ങളിവിടെ പറഞ്ഞു, വിജയം പറഞ്ഞു, വൈസ് ചാൻസലറുടെ അധികാരങ്ങൾ വരും. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് കരുതിയിട്ട് സാർ ഇതിനെ ബൈപ്പാസ് ചെയ്യലാണോ? വൈസ് ചാൻസലറുടെ പദവിയെ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണോ പ്രോ വൈസ് ചാൻസലർക്ക് അധികാരം കൊടുക്കുന്നത്? പ്രോ വൈസ് ചാൻസലറെ മുൻകാലങ്ങളിൽ നിയമിച്ച ആരായിരുന്നു? ഇപ്പോൾ നിയമിക്കുന്ന ആരാ? സിൻഡിക്കേറ്റാണ് നിയമിക്കുന്നത്. സിൻഡിക്കേറ്റ് പ്രോ വൈസ് ചാൻസലർ നിയമിക്കുമ്പോൾ അത് കറക്റ്റായിട്ടൊരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് അല്ലേ സാർ? ആ പ്രോ വൈസ് ചാൻസലറെ സംബന്ധിച്ചിടത്തോളം ആ സിൻഡിക്കേറ്റിന് അപ്പുറത്ത് കാര്യങ്ങൾ നടത്താൻ കഴിയൂ? ഇതിനകത്ത് നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്തിനാണ് നിങ്ങൾ സിൻഡിക്കേറ്റ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോ വൈസ് ചാൻസലർ വെക്കുന്നത്? സർ, ഇതൊക്കെ ഉദ്ദേശം എന്താ? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ജലീൽ, ഞാൻ ഒന്നുകൂടിയാണ് ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് ഞാൻ വഴങ്ങാം സർ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സ്ഥിതി എന്താ? അങ്ങോട്ട് സംസാരിക്കുമ്പോൾ പറയും എല്ലാം ക്ലിയറാണ്, ഒരു പ്രയാസവുമില്ല, ഇതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടില്ല. നമ്മുടെ യൂണിവേഴ്സിറ്റികളിലെ കുട്ടികൾ കുറയുന്നതിനെ കുറിച്ച് എത്ര തവണ പറയുന്നു? അത് യാഥാർത്ഥ്യമല്ലേ? നമ്മുടെ കോളേജുകളിൽ പല കോഴ്സുകളിലും കുട്ടികൾ പഠിക്കാൻ വരാത്ത സാഹചര്യമാണ് സർ ഉള്ളത്. പ്രത്യേകിച്ച് സയൻസ് കോഴ്സുകൾ സർ, ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട കോളേജുകളിലെ കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, അവിടെയൊക്കെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, മന്ത്രിക്ക് അറിയുന്ന കാര്യമല്ലേ? അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് യൂണിവേഴ്സിറ്റികളെ സ്ട്രെങ്തൻ ചെയ്യാൻ എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുന്നതിന് പകരം നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എൻറോൾമെൻറ്റ് റേറ്റ് കുറഞ്ഞു വരുന്നത് അങ്ങേക്കറിയില്ലേ? യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് നമുക്കറിയാം 100% ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 75%. സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഗവൺമെൻറ്റിലേക്ക് റിക്വസ്റ്റ് വരുന്നില്ലേ പല കോളേജുകളും നിലവിലുള്ള സയൻസ് ഗ്രൂപ്പുകളെ മാറ്റി പുതിയത് അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട്? കുട്ടികളെ കിട്ടാനുള്ള സാഹചര്യം, കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു, കുട്ടികൾ പോയി പഠിക്കുന്നതിനുള്ള വിശ്വാസം കുറഞ്ഞു വരുന്നു. അപ്പോഴും റാങ്കിങ്ങും ഇവിടുത്തെ വലിയ കണക്കും വെച്ച് മന്ത്രി ഇന്നലെയും സംസാരിച്ചു. ഈ യാഥാർത്ഥ്യം കൂടി കാണണ്ടേ? എന്തുകൊണ്ട് എൻറോൾമെൻറ്റ് റേറ്റ് കുറയുന്നു? അതുകൊണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റികളെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള നടപടി എടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ? അപ്പോൾ ഇതിനകത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പകരം
ഈ മറിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഇതിനകത്ത് അധികാരം പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഒരു കൈകൾ പിടിച്ച് BJPയും കാലുകൾ പിടിച്ച് CPM വലിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ സ്ഥിതി എന്താവും സാർ? യൂണിവേഴ്സിറ്റി എന്ന കുഞ്ഞില്ലാതാകും. അതാണ് സാർ സാഹചര്യം ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. സാർ ജലീലൊന്ന് പറഞ്ഞത് സാർ. സർ, ഇത്തരത്തിലുള്ള ഒരു ഭേദഗതിക്ക് അനുസൃതമായിട്ടുള്ള സാഹചര്യം നമ്മൾ മറന്നു പോകരുത്. ഇത് ഈ ഗവൺമെൻറ്റിനും ഈ വിദ്യാഭ്യാസ മന്ത്രിക്കും മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. UDF എന്തെങ്കിലും നമ്മളുടെ നാട്ടിൽ അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ബില്ല് കൊണ്ടുവരുന്നത്? BJP ചാൻസലറെ ഉപയോഗിച്ച്, ഗവർണറെ ഉപയോഗിച്ച് നമ്മളുടെ സർവകലാശാലകൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ വരുതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. RSSനോട് അനുകൂലിക്കുന്ന ആളുകളെ വൈസ് ചാൻസലർ പദവിയിലേക്ക് കൊണ്ടുവരുന്നു. 2-3 പേരെ സർക്കാർ അതിൻ്റെ പാനൽ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ അതിൻ്റെ പാനൽ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് തനിക്കേറ്റവും യോഗ്യനായിട്ടുള്ള, മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല, ഭരിക്കുന്ന സർക്കാരിന് തൃപ്തിയുള്ള ആളുകളെയാണ് കൊണ്ടുവരിക. പിന്നെ ഞാൻ ഒരു കാര്യവും കൂടി പറയുന്നു. ഒരിക്കലും തന്നെ ഈ സർക്കാർ RSS വൽക്കരണത്തെ ഒറ്റ മിനിറ്റ് കൂടി ഈ RSS വൽക്കരണത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. കാരണം ഇപ്പോൾ കഴിഞ്ഞ UDF ഭരിക്കുന്ന സമയത്ത് 2 വൈസ് ചാൻസലർമാരെ നിങ്ങളാക്കിയവർ ഇന്ന് BJPയാണ്, BJPയുടെ സ്ഥാനാർത്ഥികളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അബ്ദുസലാം ഓർമ്മയില്ലേ? ഇബ്രാഹിം ഓർമ്മയില്ലേ അബ്ദുസലാമിനെ? അദ്ദേഹം ഇപ്പൊ എവിടെയാണ്? അതുപോലെ തന്നെ രാധാകൃഷ്ണൻ ഇപ്പൊ എവിടെയാണ്? ഈ 2 പേരെ നിങ്ങൾ ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് വൽക്കരണവും അതുപോലെ തന്നെ കാവ്യവൽക്കരണവും പറഞ്ഞു. അല്ല, കമ്മ്യൂണിസ്റ്റ് വൽക്കരണവും കാവ്യവൽക്കരണവും പറഞ്ഞു. ഏതാണ് കൂടുതൽ അപകടകരം? ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിയോഗിച്ച വൈസ് ചാൻസലർ BJPയിൽ ചേർന്നിട്ടുണ്ടോ? കാവ്യ പൊതിച്ചിട്ടുണ്ടോ? അബ്ദുസലാം ചെയ്തില്ലേ? എന്താ ജലീലെ സർ? അല്ല, നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ എന്തിനാ ബഹളം ഉണ്ടാക്കുന്നേ? ശ്രീ AP അനിൽകുമാറിനെ സംസാരിച്ചു, അദ്ദേഹം വഴങ്ങി കൊടുത്തേ. സാർ, ചുരുക്കി സംസാരിക്കൂ. ഞാൻ പറഞ്ഞോട്ടെ. ഇതിനകത്ത് ഞാൻ ആമുഖമായി പറഞ്ഞല്ലോ, RSS വൽക്കരണത്തിന്റെ എല്ലാ ശക്തിയും എടുത്ത് ഞങ്ങൾ എതിർക്കാനുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പ്രമേയത്തിന് കൂടെ കൂടിയത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ കാവ്യവൽക്കരണവും അതുപോലെ ചുവപ്പ് വൽക്കരണവുമല്ല, വിദ്യാഭ്യാസവൽക്കരണമാണ് വേണ്ടത്. അവിടെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ വിദ്യാഭ്യാസവൽക്കരണത്തിന് പകരം നിങ്ങൾ ഒരു വിഭാഗം ആൾക്കാർ കാവ്യവൽക്കരണത്തിന് നിൽക്കുന്നു. എന്താ പ്ലീസ് ഞാൻ വഴി തന്നല്ലോ. മറുഭാഗത്ത് സർ ഇവിടെ ചുവപ്പ് വൽക്കരണം നടത്തും. സർ, ഇതാണോ ഇതിന് പരിഹാരം? RSS സംഘപരിവാർ ചെയ്യുന്ന വിദ്യാഭ്യാസ മേഖലയിലെ കടന്നുകയറ്റത്തിനുള്ള പരിഹാരമല്ല ഇത്. അതിനുള്ള തെറ്റായ ധാരണയാണ്. അപ്പോൾ ഇതുകൊണ്ട് സർ, പിന്നെ അതോടൊപ്പം ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങളിൽ സർ, രജിസ്ട്രാറുടെ അധികാരങ്ങളെക്കുറിച്ച് നമുക്കറിയാം. സർ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ഇലക്ഷൻ ഉൾപ്പെടെ നടത്തിയിരുന്ന VC നേരിട്ടാണ്. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ സിൻഡിക്കേറ്റ് ഇലക്ഷൻ പോലും രജിസ്ട്രാറിലേക്ക് കൊടുത്തിരിക്കുകയാണ്. സിൻഡിക്കേറ്റിൻ്റെ ഇലക്ഷൻ പോലും രജിസ്ട്രാർ നടത്തുന്നു. മറ്റെല്ലാ ഇലക്ഷനും രജിസ്ട്രാറാണ് നടത്തുന്നത്. സർ, ഈ രീതിയിൽ നിങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്. നിങ്ങളീ കുട്ടികളുടെ കാര്യം ഗവേഷണ കൗൺസിൽ എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ അധികാരങ്ങൾ, മന്ത്രിയുടെ അധികാരം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മന്ത്രിയുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലേക്ക് യൂണിവേഴ്സിറ്റികളെ കൊണ്ടുവന്ന് ഫയൽ ഏത് സമയം വിളിച്ചു വരുത്താവുന്ന, ഏതാളെ വിട്ടും അന്വേഷിക്കാവുന്ന, ഏത് രീതിയിലുള്ള ഇടപെടൽ. ഈ ബില്ലിലെ നമ്മൾ എതിർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, പ്രോ ചാൻസലറായ മന്ത്രിക്ക് അക്കാഡമിക് കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവകാശം കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല, സർവകലാശാലയുടെ വിശദീകരണം ഏത് കാര്യത്തിൽ ചോദിക്കാനും ആ വിശദീകരണം കേട്ട് പ്രോ ചാൻസലറായ മന്ത്രി കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ യൂണിവേഴ്സിറ്റിക്ക് ബാധ്യത വരുത്തുന്ന പ്രൊവിഷൻ വെച്ച എന്നാൽ നിങ്ങളങ്ങ് ഡിക്ലെയർ ചെയ്താൽ മതിയല്ലോ. ഇത് സർവകലാശാല എന്ന് പറയുന്ന സംഭവങ്ങൾ അതിൻ്റെ എല്ലാ ഓട്ടോണമിയും മാറ്റിവെച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചാൽ മതി. അതിന് തത്തുല്യമായ ഭേദഗതികൾ വെച്ചുകൊണ്ട് വർഷങ്ങളായി, ദശകങ്ങളായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർവകലാശാലകളെ മുഴുവൻ സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി അധപ്പതിപ്പിക്കാനുള്ള ഈ പ്രൊവിഷൻസ് അല്ലേ ഈ ഭേദഗതി നിയമത്തിലൂടെ വന്നിരിക്കുന്നത്. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് സർ. യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരരുത്.
മന്ത്രിക്ക് മന്ത്രിയുടെ അധികാരങ്ങളുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നത് മന്ത്രിക്കും ഗുണകരമല്ല, യൂണിവേഴ്സിറ്റിയും ഗുണകരമല്ല. ഞങ്ങൾ അതിനെയാണ് എതിർക്കുന്നത്. ഇപ്പോൾ താങ്കൾ നേരത്തെ നമുക്കങ്ങനെ പറ്റില്ല. ഒറ്റ മിനിറ്റ് സർ, നമുക്കങ്ങനെ കഴിഞ്ഞ ദിവസം AP അനിൽകുമാർ കഴിഞ്ഞ ദിവസം നിങ്ങൾ സമയം പോയി എന്ന് പറഞ്ഞ് ബഹിഷ്കരിച്ചതാണ്. നമുക്ക് ഒരു കൃത്യസമയം പാലിച്ച് ഒരു ബില്ലൂടെ നമുക്കുണ്ട്. ഒരു മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ സമയം പോയി നമ്മൾ ബഹിഷ്കരിച്ചു പോയവരാണ്. അപ്പൊ നിങ്ങൾ ഈ സമയം ശരിയല്ല, ഇത് ഇല്ലല്ല AP അനിൽകുമാർ പറഞ്ഞോളൂ. അല്ല അത് അങ്ങനെ പറ്റില്ല. അങ്ങനെ പറ്റില്ല. അല്ലല്ല നമ്മളൊരു സഭയെ പരസ്പരം അംഗീകരിച്ചു പോകുന്നവരാണ്. അപ്പൊ നിങ്ങൾ മാത്രം അങ്ങനെ സമയം ശരിയല്ല. അതല്ല നിങ്ങൾ മാത്രം അങ്ങനെ നമ്മൾ തീരുന്നവരെ ഇരിക്കണം. നിങ്ങൾ അക്ഷമയോടെ ഇരിക്കണം. നിങ്ങൾക്ക് സമയം പോയി ഞങ്ങൾ ബഹിഷ്കരിക്കാൻ സമയം ശരിയല്ല. ഇതുകൂടെ പറയൂ. യെസ് സർ, ബഹുമാനനായ ജലീൽ പറഞ്ഞത് ജലീൽ ഇവിടെയാണ്. ഈ മന്ത്രി അല്ലെങ്കിൽ നാളെ വേറൊരു മന്ത്രി വന്ന് ഇതുപോലെ പുതിയ തീരുമാനങ്ങൾ എടുക്കും, അത് നിങ്ങൾക്കും ബാധകമല്ലേ എന്നുള്ളതാണ് ചോദിച്ചത്. സർ, നിങ്ങളും അധികാരത്തിലോ അത് ഏതായാലും അടുത്ത കാലത്ത് നമ്മൾ ഭരണത്തിൽ വരും എന്നുള്ളതിന്റെ ജലീലിന്റെ ഒരു കൃത്യമായ മറുപടിയാണ്. അത് ഞങ്ങൾ സന്തോഷമുണ്ട്. സർ, ഒരൊറ്റ കാര്യം, കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ബഹുമാനനായ ET മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ ഇതുപോലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അനുചിതമായ ഒരു ഉത്തരവ് വന്നപ്പോൾ ആ ഫയൽ വിളിച്ചു വരുത്തി അത് പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് എല്ലാവരും അന്ന് ഇവരൊക്കെ വളരെ ശക്തമായി LDF-ന്റെ ആളുകളും അവിടെ LDF-ന്റെ അധ്യാപക സംഘങ്ങളും കൃത്യമായി എതിർത്തു. വളരെ വലിയ സമരമാണ് നടത്തിയത്. അന്ന് ബഹുമാനനായ ET മുഹമ്മദ് ബഷീർ സാഹിബും കരുണാകരനും എടുത്ത ഒരു നിലപാട് അങ്ങനെയുള്ള മന്ത്രിക്ക് ഒരു അധികാരം കൊടുക്കണ്ട, അത് യൂണിവേഴ്സിറ്റിയുടെ അധികാരത്തിൽ കൈകടത്തണ്ട എന്നാണ്. അപ്പൊ യൂണിവേഴ്സിറ്റിയുടെ അധികാരത്തിൽ കൈകടത്താനല്ല, ബഹുമാനനായ അനിൽകുമാർ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസമായ ഉദാരവൽക്കരണമാണ് ആഗ്രഹിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ എത്ര സമയം വേണം സർ? 5 മിനിറ്റ്. സർ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ ഡിമാൻഡ് ഡിസ്കഷനിൽ നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ബില്ലിൽ മുൻകാലങ്ങളിലെ കീഴ്വഴക്കെന്ന് പറയുന്നത് 25, 30, 35 മിനിറ്റ് സംസാരിച്ച കീഴ്വഴക്കുണ്ട്. സർ ഇവിടെ പക്ഷേ നമ്മൾ സമയത്തിന്റെ പരിമിതി എല്ലാവർക്കും ബോധ്യമുള്ളതുകൊണ്ടാണ് ചെയർ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങൾ അംഗീകരിക്കുന്നത്. ഞങ്ങൾ ബഹിഷ്കരിച്ചു പോയതിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു. ഞങ്ങൾ കാരണമുണ്ട്. ഇന്നലെ ഡിമാൻഡ് ഡിസ്കഷൻ 40 മിനിറ്റ്, 1 മിനിറ്റ് 40 മിനിറ്റാണ്. 2.25 മണിക്കൂറാണ് മന്ത്രിമാർ മറുപടി പറഞ്ഞു. 2.25 മണിക്കൂറാണ്. ഇവിടെ ഞങ്ങൾക്ക് അംഗങ്ങൾക്ക് 1 മിനിറ്റ് തന്നില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവിന് പോലും 2 മിനിറ്റ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. സർ, അപ്പം അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സഭ ചെയർ എല്ലാവരുടെയും അവകാശം ഒരുപോലെ പാലിക്കേണ്ട ഉത്തരവാദിത്തം അങ്ങനെ സൂചിപ്പിക്കുക. സർ, ഞാൻ അവസാനിപ്പിക്കാം. സർ, തങ്ങൾ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ചെറിയ ഇത്തരത്തിൽ ഇടപെടൽ നടത്തുമ്പോൾ പോലും എതിർത്ത ആളുകളാണ് ഇവർ. സർ, എന്തിനൊക്കെ എതിർത്തിട്ടുണ്ടോ ആ എതിർത്തതിനൊക്കെ അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ നയം. ഞാൻ സമയപരിമിതി കൊണ്ട് പോകുന്നു. സർ, ഓട്ടോണമസ് പദവി കേരളത്തിലെ കോളേജുകൾ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ എതിർത്തവരാണ് സർ ഇവർ. UDF കൊടുക്കാൻ തീരുമാനിച്ച എതിർത്തവരാണ് ഇവർ. വന്ന ഉടനെ അവർ ഓട്ടോണമസ് കോളേജ് കൊടുത്തു. ഇതാണ് അവരുടെ നിലപാട്. അപ്പോൾ എന്തിനേയും എതിർക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ നിലപാടല്ല. നമുക്ക് യൂണിവേഴ്സിറ്റികൾ നന്നായി പോകണം. യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയുണ്ട്. കുട്ടികൾ ഇന്ന് മറ്റ് പല സ്ഥലങ്ങളിലേക്കും പോകുന്നു. നമ്മുടെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. നമുക്ക് പുതിയ നിലവിൽ കോഴ്സുകൾ പഠിക്കാൻ കുട്ടികളില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാൻ കഴിയും? അത് ആലോചിച്ചുകൊണ്ട് അതിനെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. വിദേശ സർവകലാശാല ഞങ്ങൾ കൊണ്ടുവന്ന സമയത്ത് 10-12 അതിനെക്കുറിച്ച് ആലോചിച്ച സമയത്ത് ഞങ്ങൾ ബില്ലൊന്നും കൊണ്ടുവന്നില്ല. പലരും ഇവിടെ പറഞ്ഞു ഞങ്ങൾ നിയമം കൊണ്ടുവന്നില്ല. ഞങ്ങൾ റിപ്പോർട്ട് അതിൻ്റെ പേരിൽ വന്നുള്ളൂ. അതിൻ്റെ പേരിൽ ഒരു കോൺഫറൻസ് ഞങ്ങൾ നടത്തിയിട്ടുള്ളൂ. പക്ഷേ ഞങ്ങളുടെ ആശയം ഉണ്ടായിരുന്നു. അന്ന് എന്തായിരുന്നു? മുഴുവൻ എയ്ഡഡ് കോളേജുകളും കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റ് കിട്ടാത്തൊരു സാഹചര്യം അന്നും ഉണ്ടായിരുന്നു. ഇന്ന് ചിത്രം മാറി. ഇന്ന് വിദേശ സർവകലാശാലയൊക്കെ നിങ്ങൾ കൊണ്ടുവരികയാണ്. നിങ്ങൾ സ്വകാര്യ സർവകലാശാലകളെ ഏറ്റവും ശക്തമായി എതിർത്തവരാണ്. അതുപോലെ തന്നെ ഏറ്റവും ശക്തമായി തന്നെ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളെ എതിർത്തവരാണ്. ഇന്ന് നിങ്ങൾക്ക് അതൊക്കെ ആവശ്യമാണ്. ഇന്ന് നിങ്ങൾക്ക് അതൊക്കെ വേണം. എന്നെ അത്ഭുതപ്പെടുത്തിയ ശ്രീ രാജീവ് ഇവിടെ ഇല്ല. ഞാനത് മറുപടി പറയണമെന്ന് കരുതിയാണ്. രാജീവ് പറഞ്ഞൊരു കാര്യം, സ്വകാര്യ സർവകലാശാലകളും സെൽഫ് ഫൈനാൻസിങ് കോളേജുകളെയും ഞങ്ങൾ എതിർത്തിട്ടില്ല എന്ന് പറഞ്ഞു. പരിയാരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട സമരത്ത് കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ ഒരു മിനിറ്റ് കൂത്തുപറമ്പ് അസ്വസ്ഥമായ ഒരു മിനിറ്റ് അവസാനം കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശ്രീ രാജീവ് പറഞ്ഞ ഒരു മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ അന്ന് വിദ്യാഭ്യാസ സ്വകാര്യവൽക്കരണത്തിനോ സ്വാശ്രയ വിദ്യാഭ്യാസ സമരവും ആയിരുന്നില്ല. ഞങ്ങൾ
കെ കരുണാകരനും എം വി രാഘവനും വ്യക്തിപരമായ ചില അജണ്ടകൾ നടപ്പാക്കുന്നു, അദ്ദേഹം വരുന്നുണ്ട്, നടപ്പാക്കുന്നു എന്നുള്ളതിനെതിരെയുള്ള സമരമാണ്. സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയ്ക്കെതിരെയുള്ള സമരമല്ല, അതുപോലെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള സമരമല്ല അദ്ദേഹം നടത്തിയത് എന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ സർ ആ സംഭവം നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയാണ്. എൻ്റെ മനസ്സിനകത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ, സ്വാശ്രയ കോളേജുകൾക്കെതിരെയാണ് സമരം നടത്തിയത്. പക്ഷേ രാജീവിനെ പോലെ ഒരാൾ ഈ സഭയിൽ അത് പറയുമ്പോൾ അദ്ദേഹം ആലോചിക്കേണ്ട, ഇത് പാർട്ടി ക്ലാസ്സിൽ അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും വെള്ളം കൂട്ടാതെ വിഴുങ്ങുന്ന ആളുകളല്ല ഇപ്പുറത്തിരിക്കുന്നതെന്ന് അങ്ങൊന്ന് മനസ്സിലാക്കണ്ടേ. അപ്പോൾ എന്നിട്ടും അങ്ങ് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം, അങ്ങ് എല്ലാ കാര്യങ്ങളും എത്ര മനോഹരമായിട്ട് പറയാൻ കഴിയും എന്നുള്ളത് അങ്ങേക്കും ബോധ്യമാണ്, എനിക്കും ബോധ്യമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനത് ചെയ്ത് അന്നത്തെ വെടിവെപ്പ് നടന്ന അടുത്ത ദിവസത്തെ ദേശാഭിമാനി പത്രം എടുത്തു. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ദേശാഭിമാനി പത്രത്തിൽ വളരെ വ്യക്തമായി പറയുകയാണ് സർ, വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണത്തിൽ കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിൽ അഴിമതി, വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണത്തിലും പ്രതിഷേധിച്ചാണ് രാഘവനെതിരെ കരിങ്കൊടി കാട്ടിയത്. വിദ്യാഭ്യാസം വിറ്റ് കാശുമാറുന്ന കരുണാകര ഭരണത്തിനെതിരെ വ്യാപകമായ പ്രക്ഷോഭ സമരങ്ങളാണ് കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ മാത്രമല്ല, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് താല്പര്യവും ഉത്കണ്ഠയും ഉള്ള മുഴുവൻ ആളുകളും സർക്കാരിൻ്റെ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ സമരരംഗത്താണ്. അതുമായി ബന്ധപ്പെട്ട സമരമാണ് അന്ന് നടന്നത്. ഇപ്പൊ 25 കോടിയും 10 ഏക്കറും കിട്ടിയാൽ നിങ്ങൾക്ക് എന്തും തുടങ്ങാം, യൂണിവേഴ്സിറ്റി തുടങ്ങാം. 25 കോടിയും 10 ഏക്കർ സ്ഥലമുണ്ട്, യൂണിവേഴ്സിറ്റി തുടങ്ങാം, ആർക്കും തുടങ്ങാം. അതിന്റെ ക്വാളിറ്റിയോ അതിന്റെ നിലവാരമോ ഒന്നും നോക്കണ്ട സർ, പ്ലീസ്. അപ്പോ നിങ്ങള് ആ സമരം അങ്ങനെ നടത്തി 5-6 പേര് രക്തസാക്ഷികളായിട്ട് ഇപ്പൊ നിങ്ങൾ പറയുന്നു, നിങ്ങള് അല്ല ശ്രീ എ പി എൽകുമാർ ഇപ്പൊ നിങ്ങൾ പറയുന്നു ഞങ്ങൾ അന്ന് സമരം നടത്തിയത് അതുമായി ബന്ധപ്പെട്ട കാര്യമല്ല. സാർ ഞാൻ കൂടുതൽ പറയുന്നില്ല. സാർ ഇത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ രംഗത്ത് അവർ നിലവിലുള്ള വിദ്യാഭ്യാസ സാഹചര്യം, നിലവിലുള്ള യൂണിവേഴ്സിറ്റികളെ പോലും പൂർണ്ണമായി തകർക്കുന്ന രീതിയിലുള്ള നടപടിയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുള്ളത്. ഈ നിയമം പാസ്സായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ ഓട്ടോണമി തകരും, അവിടുത്തെ ജനാധിപത്യം തകരും, അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. കോടിക്കണക്കിന് രൂപ അവർ സ്വന്തമായി ഉണ്ടാക്കുന്നുണ്ട്, അവരുണ്ടാക്കുന്ന സ്വന്തം ഇൻകം ജനറേറ്റ് ചെയ്യുന്നതാണ് യൂണിവേഴ്സിറ്റികളൊക്കെ. അതിനകത്തുള്ള സാമ്പത്തിക ഇടപാടുകളിൽ പോലും ഗവൺമെന്റ് ഇടപെടാൻ കഴിയും. അങ്ങനെ എല്ലാ രീതിയിലും ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ പതനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബില്ലായിട്ട് മാത്രമേ ഈ ബില്ലിനെ കാണാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അംഗം മാസങ്ങൾക്ക് ശേഷം ഗവേഷണം നടത്തി ഒരു പ്രതികരണം നടത്തിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഗവേഷണ ചാതുരിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇത് പലതവണ ഇവിടെ വന്നല്ലോ. എന്താ ഞാനന്ന് പറഞ്ഞതെന്ന് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഓർമ്മയിൽ നിന്ന് തന്നെ പറയാം. അന്ന് ശ്രീ കെ കരുണാകരൻ, എം വി രാഘവൻ മുഖ്യമന്ത്രി, സഹകരണ വകുപ്പ് മന്ത്രി, ഇവർ രണ്ടുപേരും പ്രൈവറ്റ് സ്റ്റാറ്റസിൽ എടുത്തിട്ട് സൊസൈറ്റി ഉണ്ടാക്കി. ആ സൊസൈറ്റിയിലേക്ക് ഈ സ്വത്തുക്കളായി കൈമാറാനുള്ള തീരുമാനം എടുത്തു. ആ തീരുമാനം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ വന്നപ്പോഴുണ്ടായ പ്രതിഷേധമാണ്. അന്ന് സ്വാശ്രയത്തിന് ഇവരെയുള്ള സമരം വേറെ നടക്കുന്നുണ്ട്. ആ പ്രധാനമായിട്ട് അവിടെ നടന്ന സംഗതി അതാണ് ഞാൻ പരാമർശിച്ചത്. അങ്ങ് ആ ആദ്യം വായിച്ചതൊന്നും വിട്ടു, പിന്നെ തെന്നിയിട്ട് അടുത്തേക്ക് പോയേ. ഇനി മുഴുവൻ വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്തുതരാം. അല്ല, മുഴുവൻ വേണമെങ്കിൽ അതിനകത്തുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ഞാൻ വേണമെങ്കിൽ ദേശാഭിമാനി അങ്ങ് വായിച്ചതിനകത്തുള്ള പേജുകൾ ഉൾപ്പെടെ വേണമെങ്കിൽ എടുത്ത് വായിക്കാം. അതാണ് അതിനകത്തുണ്ടായത്. പിന്നെ അതിനകത്തൊരു വ്യത്യാസം, ഇവിടെ ബഹുമാനായ പ്രതിപക്ഷ ഉപനേതാവ് അന്ന് പറഞ്ഞാണ് ശരി. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞല്ലോ, ഞങ്ങളായിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞതാണ് സ്വകാര്യവൽക്കരണം. ഇവിടെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസത്തിന് വേണ്ടി നിങ്ങൾ ഇത്രയും പണം മുടക്കുകയാണല്ലോ, ഞങ്ങൾ അന്ന് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ അത് വേണ്ടിയിരുന്നില്ല, സ്വകാര്യ മൂലധനത്തെ നിങ്ങൾക്ക് ഉപയോഗിക്കാമായിരുന്നു എന്ന് അങ്ങ് പറയുകയുണ്ടായി. അതാണ് നിങ്ങളും ഞങ്ങളും തമ്മിൽ വ്യത്യാസം. ഞങ്ങൾ ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസത്തിനാവശ്യമായിട്ടുള്ള പരമാവധി ഫണ്ട് വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ സ്വകാര്യ മൂലധന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയാണ്. അതാണ് നിങ്ങളുടെ നയവും ഞങ്ങളുടെ നയവും തമ്മിലുള്ള വ്യത്യാസം. മിനിസ്റ്റർ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, പ്ലീസ്. മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട മെമ്പർ ശ്രീ അനിൽകുമാർ എന്താവശ്യമാണ് ഈ ബില്ലിനുള്ളത് എന്ന് ഇവിടെ ചോദിക്കേണ്ടായി. അടിസ്ഥാനപരമായ മാറ്റങ്ങളിലൂടെയും ശക്തമായ മുന്നേറ്റങ്ങളിലൂടെയും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല. ഇന്നലെ ഞാനതൊക്കെ സംബന്ധിച്ച് വിശദീകരിച്ചതാണ്. സമഗ്രവും സമൂലവുമായിട്ടുള്ള പരിവർത്തനങ്ങൾ
ആവശ്യമുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിവര വിസ്ഫോടനത്തിൻ്റെ യുഗമാണ്. ആ വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ സന്ദർഭത്തിൽ ഓരോ നിമിഷവും വൈജ്ഞാനിക മേഖലകളിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് സർവകലാശാലകൾ മാറേണ്ടതുണ്ട്. എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതി വയ്ക്കപ്പെട്ട നിയമങ്ങളെ ആധാരമാക്കി പ്രവർത്തിക്കേണ്ടവയല്ല ഇന്നത്തെ യൂണിവേഴ്സിറ്റികൾ. ആ നിലയിൽ വലിയ മാറ്റങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ പോലും ക്രെഡിറ്റ് ആർജിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയുന്ന ഒരു കാലത്ത് അതിനനുസൃതമായ മാറ്റങ്ങൾ നമ്മുടെ സർവകലാശാല നിയമങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾ കേന്ദ്രീകരിക്കുന്നത് മുഴുവൻ പ്രോ ചാൻസലറുടെ അധികാരങ്ങളുടെ ഭാഗത്താണ്. അത് വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ്. ഇത്രയും പേജുകളുള്ള ഈ നിയമത്തിനകത്ത് ഒരര പേജാണ് ഈ പ്രോ ചാൻസലറെ സംബന്ധിച്ച് വരുന്നത്. ആ ഭാഗം മാത്രം വായിച്ചുകൊണ്ട് അഭിപ്രായം പറയാണ്. വേറൊരു ഭാഗം വായിച്ചിട്ടില്ല. ഞാനിവിടെ പറഞ്ഞല്ലോ, ഒരുപാട് പുത്തൻ സംവിധാനങ്ങൾ, IQAC, റിസർച്ച് പാർക്കുകൾ, സെക്ഷൻ 8 കമ്പനികൾ, പുതിയ സംവിധാനങ്ങൾ നമ്മുടെ സർവകലാശാലകളിലും കോളേജുകളിലും ഉണ്ടാകുമ്പോൾ അതിനനുസൃതമായ മാറ്റങ്ങൾ നമ്മുടെ നിയമങ്ങളിൽ ഉണ്ടാകണ്ടേ? മന്ത്രി രാജാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ മറുപടിയാണ് എനിക്ക് പറയാനുള്ളത്. കൽപ്പാന്ത കാലത്തോളം ആർ ബിന്ദു അല്ല ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുക. എല്ലാ കാലവും ഒരേ കക്ഷി തന്നെയാണ് ഇവിടെ ഭരിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ സബ്ജക്റ്റീവായിട്ട് വർത്താനം പറയേണ്ട വേദിയല്ല. ശ്രീ രാഹുൽ മാങ്കൂട്ടം, ശ്രീ രാഹുൽ, താങ്കൾ ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് താങ്കൾക്ക് അറിയില്ല, അതുകൊണ്ട് പറയാണ്. ഇത് ഒബ്ജക്റ്റീവായിട്ട് സംസാരിക്കേണ്ട ഒരു സഭയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഈ മതവർഗീയതയുമായി ബന്ധപ്പെട്ട് UGC റെഗുലേഷൻസ് എങ്ങനെയാണ് സർവകലാശാലകളെ സാഫ്രണൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഉത്തമമായ ബോധ്യമുണ്ട് എന്ന് ശ്രീ അനിൽകുമാറിൻ്റെ സംസാരത്തിലൂടെ വ്യക്തമായതാണ്. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാണ്. ഈ പ്രോ ചാൻസലറുടെ അവകാശങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ നിലവിൽ പ്രോ ചാൻസലർക്ക് ഉള്ളതായിട്ടുള്ള അധികാരങ്ങൾ തന്നെയാണ്. പക്ഷേ സർവകലാശാല നിയമങ്ങൾ അതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തിയിട്ടില്ല നേരത്തെ എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഉള്ളതിൽ നിന്ന് കൂടുതലായ യാതൊരു അധികാരവും ഇതിൻ്റെ ഭാഗമായിട്ട് പ്രോ ചാൻസലർക്ക് ഉണ്ടാകുന്നതല്ല. വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ അഖിലേന്ത്യാ തലത്തിൽ നിങ്ങളിവിടെ പറഞ്ഞ പോലെ UGC ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള കേന്ദ്രീകരണ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ട് ഫണ്ട് ചെലവാക്കുകയും യൂണിവേഴ്സിറ്റികളുടെ സൂപ്പർവിഷൻ നടത്തുകയും ചെയ്യുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് സർവകലാശാലയിൽ അയിത്തം കൽപ്പിക്കുന്ന രീതി തുടരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ കൃത്യത വരുത്തുന്ന നിലയിൽ ചില മാറ്റങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരേണ്ടി വന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതല്ല ഈ ബില്ലിൻ്റെ കേന്ദ്ര വിഷയം എന്നുള്ളത് ഞാനിവിടെ വിശദീകരിച്ച് കഴിഞ്ഞ കാര്യമാണ്. പല കാര്യങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ട് അദ്ദേഹത്തിന് എന്ന് മനസ്സിലാക്കുന്നു. പ്രോ വൈസ് ചാൻസലറുടെ നിയമനം സംബന്ധിച്ച് വന്നിട്ടുള്ള മാറ്റം UGC റെഗുലേഷന് അനുസൃതമായിട്ടുള്ള മാറ്റമാണ്. UGC നിർദ്ദേശിക്കുന്ന രീതിയാണ് വൈസ് ചാൻസലറുടെ ശുപാർശയിൽ സിൻഡിക്കേറ്റ് നിയമിക്കണമെന്നുള്ളത്. ഇപ്പോഴും പല ചുമതലകളുടെയും അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ആയിട്ട് വരുന്നത് സിൻഡിക്കേറ്റുകളാണ് എന്നുള്ളതാണ്. അതുപോലെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു, രജിസ്ട്രാറാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്ന ചുമതല എന്നുള്ള നിലയിൽ. നിലവിലെ ചട്ടങ്ങളനുസരിച്ചും രജിസ്ട്രാർ തന്നെയാണ് വരണാധികാരി. ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് VC ചെയ്യുന്നത്. വൈസ് ചാൻസലർ വിവിധ സർവകലാശാല ബോഡികളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുള്ള ആളാണ്. അപ്പം അദ്ദേഹമാണോ വരണാധികാരി ആവേണ്ടത്? നിലവിൽ തെരഞ്ഞെടുപ്പുകളുടെ വരണാധികാരിയായിട്ട് സർവകലാശാലകളിൽ പ്രവർത്തിക്കുന്നത് രജിസ്ട്രാർ തന്നെയാണ്. നേരത്തെ സർവകലാശാല ബോഡികളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള അനുഭവം മെമ്പർക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. വൈസ് ചാൻസലറെ ബൈപ്പാസ് ചെയ്യുന്നതിനുള്ള യാതൊരു ഉദ്ദേശവും
ഈ ബില്ലിനകത്തില്ല. വൈസ് ചാൻസലറുടെ യാതൊരു വിധത്തിലുള്ള അവകാശങ്ങളും എടുത്തു മാറ്റപ്പെടുന്നില്ല. അതിലൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഏതെങ്കിലും സമിതികളുടെ തീരുമാനം മുൻകൂറായി പ്രതീക്ഷിച്ചുകൊണ്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് വൈസ് ചാൻസലർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് റിട്ടേൺ ആയിട്ടുള്ള ഒരറിയിപ്പ് ബന്ധപ്പെട്ട ബോഡികൾക്ക് നൽകണമെന്നും ഏതെങ്കിലും വിധത്തിലുള്ള ഡിസ്പ്യൂട്ട് ഇത് സംബന്ധിച്ച് ഈ ബോഡികളും വൈസ് ചാൻസലറും തമ്മിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് ഒരു സംവിധാനം ഉണ്ടാകണം എന്നുള്ളത് മാത്രമാണ് ഈ മാറ്റങ്ങളുടെ ഭാഗമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. വൈസ് ചാൻസലറും ബന്ധപ്പെട്ട ഏതൊരു സമിതിയുടെ തീരുമാനമാണോ മുൻകൂറായിട്ട് വൈസ് ചാൻസലറുടെ പവർ ഉപയോഗിച്ച് എടുക്കുന്നത്, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിലയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്ന പക്ഷം സർവകലാശാല ട്രിബ്യൂണലിന് ആ വിഷയം വിടണം എന്ന് നിർദ്ദേശിക്കാൻ കാരണം സമീപകാലത്ത് ആ വിധത്തിലുള്ള വിവാദങ്ങൾ നമ്മുടെ സർവകലാശാലയിൽ ഉയർന്നു വരുന്നു എന്നുള്ള കാരണത്താലാണ്. സർവകലാശാലകളുടെ ഓട്ടോണമിയെ തകർക്കാനല്ല, മറിച്ച് അതിനെ ശക്തിപ്പെടുത്താനാണ് ഇതുവരെ ഈ ഗവൺമെൻറ് ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ സിൻഡിക്കേറ്റ് വയ്ക്കുന്ന PVC എന്നൊക്കെ ഇവിടെ പറഞ്ഞു. സിൻഡിക്കേറ്റാണ് അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ആയിട്ട് വരുന്നത്. കോളേജുകളിൽ കുട്ടികൾ വരുന്നില്ല, കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞു. എൻറോൾമെൻറ്റ് റേഷ്യോ കുറഞ്ഞു എന്ന് പറഞ്ഞു. ഇതൊക്കെ വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. 37% നിന്ന് 42% ഉയർന്നിരിക്കുകയാണ് നമ്മുടെ എൻറോൾമെൻറ്റ് റേഷ്യോ. ഓൾ ഇന്ത്യ ഹയർ എഡ്യൂക്കേഷൻ സർവേ എടുത്ത് പരിശോധിച്ചാൽ രാജ്യത്തിൻ്റെ ആവറേജ് എൻറോൾമെൻറ്റിനേക്കാൾ വളരെ കൂടുതലാണ് കേരളത്തിൻ്റെ എൻറോൾമെൻറ്റ് നിരക്ക്. തന്നെയല്ല, കുട്ടികളില്ലാതെ വരുന്നു എന്ന് പറയുന്നത് പ്രിയപ്പെട്ട മെമ്പർ ഒന്ന് കേൾക്കണം. ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞു പോയല്ലോ. ഇവിടെ ഗവൺമെൻറ് കോളേജിലും എയ്ഡഡ് കോളേജിലൊന്നും കുട്ടികളില്ലാത്ത പ്രശ്നമില്ല. ഉണ്ടാകുന്നത് UDF ഭരണകാലത്ത് ഒരടിസ്ഥാന സൗകര്യവും നോക്കാതെ ഒരു ക്വാളിറ്റിയും നോക്കാതെ 2 കൈകൊണ്ടും നിർബാധം അനുവദിച്ച സ്വാശ്രയ കോളേജുകളിലാണ് കുട്ടികളില്ലാതാകുന്നത്. അതാണ് അടച്ചു പൂട്ടപ്പെട്ടു പോകുന്നത്. എൻറോൾമെൻറ്റ് നമ്പർ ഒന്നും കുറയുന്നില്ല, അത് കൂടാണ് ചെയ്യുന്നത്. 5% കണ്ട് വർദ്ധിച്ചു ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. ഏത് കോളേജല്ല, നമ്മുടെ കേരള സംസ്ഥാനത്ത് ഗവൺമെൻറ് കോളേജുകളിലെല്ലാം മുഴുവൻ എൻറോൾമെൻറ്റും ഈ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. നടക്കാത്തത്, കുറഞ്ഞു പോകുന്നത് സ്വാശ്രയ കോളേജുകളുടെ കാര്യത്തിലാണ് പ്രധാനമായും. അതിൻ്റെയൊക്കെ കണക്കെടുത്ത് പരിശോധിച്ച് തന്നെയാണ് പറയുന്നത്. എനിക്ക് ഉത്തമമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും കലാലയങ്ങളും എത്ര മിടുക്കാർന്ന പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് എന്ന് അക്കമിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. ഈ സഭയിൽ ഇനി ഒരു ബില്ലും കൂടി അവതരിപ്പിക്കാൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ദേശീയ അന്തർദേശീയ എല്ലാ പരിശോധനകളിലും ഗുണനിലവാര പരിശോധനകളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുകയാണ് രാഹുലെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതിലൊന്നും ഒരു സംശയം വേണ്ട. പിന്നെ അപ്പൊ സർവകലാശാലകളെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് ഈ ബില്ല് കൊണ്ടുവന്നത് എന്ന് ആക്ഷേപിക്കുന്നതിന് എനിക്ക് പറയാനുള്ള മറുപടി, ഖാദർ മങ്ങാടിനെ പോലെ DCC പ്രസിഡന്റിനെ വൈസ് ചാൻസലറാക്കാൻ മുൻകൈയെടുത്ത UDF ഭരണ സംവിധാനത്തിന് അതേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോലെ അല്ല ഞങ്ങൾ വച്ച വൈസ് ചാൻസലർമാരെല്ലാവരും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ ഗവൺമെൻറ് ഏതെങ്കിലും നിലയിൽ സമിതികളിൽ അംഗങ്ങളായിട്ട് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ അംഗങ്ങളായിട്ടുള്ള സമിതികൾ തിരഞ്ഞെടുത്തിട്ടുള്ള
വൈസ് ചാൻസലർമാരെല്ലാവരും തന്നെ അക്കാഡമിക്കലി ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരും ദേശീയ അന്തർദേശീയ പ്രശസ്തിയുള്ളവരും വളരെയധികം അക്കാദമിക മികവുള്ളവരുമായിരുന്നു എന്നുള്ളത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സർവകലാശാലകളെ ശാക്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ബില്ലിൻ്റെ ഉത്തമമായിട്ടുള്ള ഉദ്ദേശം. സർവകലാശാലകളെ ശാക്തീകരിക്കുക എന്ന കാര്യത്തിന് ഒന്നാമത് മുൻഗണന കൊടുത്ത ഒരു ഗവൺമെൻറ്റാണിത്. അത് നന്നായി ഫലം കണ്ടു എന്നുള്ളതാണ് നാക് അക്രഡിറ്റേഷനും NIRF റാങ്കിങ്ങും എല്ലാം സൂചിപ്പിക്കുന്നത്. ആ മുന്നേറ്റം തുടരുന്നതിന് സഹായകരമായ നിലയിലാണ് ഈ ബില്ലിൻ്റെ ഓരോ പ്രൊവിഷനും തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട സഭയുടെ മുമ്പാകെ അറിയിച്ചുകൊണ്ട് ഇത് സബ്ജക്റ്റ് കമ്മിറ്റി പരിഗണനയ്ക്കായിട്ട് അയക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ KM സച്ചിൻ ദേവ് 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 2-ാം നമ്പർ ബിൽ പൊതുജനാഭിപ്രായം ആരായതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന് അങ്ങയുടെ 1 നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? പ്രസ് ചെയ്യാത്ത പക്ഷം സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ശ്രീ AP അനിൽകുമാർ 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 2-ാം നമ്പർ ബിൽ ഒരു സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന് അങ്ങയുടെ 2B നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഭേദഗതി സഭ തള്ളിയിരിക്കുന്നു. ഇനി 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 2-ാം നമ്പർ ബിൽ വിദ്യാഭ്യാസം സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി 6-ന്റെ പരിഗണനയ്ക്ക് അയക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ സബ്ജക്ട് കമ്മിറ്റി 6-ന്റെ പരിഗണനയ്ക്ക് അയക്കുന്നു.